വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ബട്ട് നമുക്കെങ്ങനെ വീട്ടിൽ തയ്യാറാക്കാമെന്നാണ് ഇന്ന് വീഡിയോയിലൂടെ കാണിക്കുന്നത്. എൻ്റെ ഫോൺ കേടായിരുന്നു, ഡിസ്പ്ലേ പൊട്ടിപ്പോയിട്ട്. അതുകൊണ്ടാണ് കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഒന്നും ചെയ്യാതിരുന്നത്. ഇനി കണ്ടിന്യൂ എല്ലാ ദിവസവും വീഡിയോ ഇടുന്നതായിരിക്കും. കറക്റ്റ് സമയത്ത് മൊബൈൽ തന്ന് സഹായിച്ച നസീർ ഹൈമ മൊബൈൽസിനോടുള്ള നന്ദിയും കൂടി ഈ സമയത്ത് ഞാൻ പ്രത്യേകം അറിയിക്കുകയാണ്. അമ്പലപ്പുഴയിലെ ഹൈമ മൊബൈൽസിൽ നിന്നാണ് നമുക്ക് ഫോൺ കിട്ടിയത്. അപ്പോഴിനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഒരു പാനിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ചിക്കൻ്റെ അളവനുസരിച്ച് വേണം ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയൊക്കെ എടുക്കാൻ. ഞാനിവിടെ വലിയൊരു ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് വെളുത്തുള്ളി കുറച്ചേറെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരിയാതെ ഒന്നായിട്ട് തന്നെയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അരിഞ്ഞും വേണേൽ ചേർക്കാം. അതിനുശേഷം ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് വറ്റൽമുളക് ആഡ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം വറ്റൽമുളകും ചെറുതായിട്ട് വാടുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് 4 വലിയ സവോള ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. ഇനി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. സവാള ആ എണ്ണയിൽ നന്നായിട്ട് ഒന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം സവാള പെട്ടെന്ന് വഴന്ന് കിട്ടുന്നതിനായിട്ട് അടച്ചു വെച്ച് ഒരു 5-6 മിനിറ്റ് ഒന്ന് നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് സവാള വേവിച്ചെടുക്കാം. സവാള പകുതി വേവാകുന്ന സമയത്ത് നമുക്കിതിലേക്ക് ചിക്കൻ കൂടി ചേർത്ത് കൊടുക്കണം. ഏകദേശം 1 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. പൊടികളൊക്കെ ചേർക്കുന്നതിന് മുന്നെയാണ് ഇവിടെ ചിക്കൻ ചേർക്കുന്നത്. അതായത് ചിക്കൻ വെന്ത ആ വെള്ളവും സവോളയൊക്കെ ഒന്ന് നന്നായിട്ട് മിക്സായി വരുമ്പം ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതിനാണ് ഈ സമയത്ത് തന്നെ ചിക്കൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ചിക്കൻ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കുരുമുളക് പൊടി 2 ടേബിൾ സ്പൂണും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതായത് നല്ലൊരു കുരുമുളകിൻ്റെ ഫ്ലേവർ ഇതിന് കിട്ടുന്നതിന് വേണ്ടിയാണ് 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. കുരുമുളക് പൊടി ചേർത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ട് അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 15 മിനിറ്റ് ചിക്കൻ വെന്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ട് അടച്ച് വെച്ച് തന്നെ വേവിച്ചെടുക്കണം. വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ചിക്കനിൽ നിന്ന് തന്നെ നന്നായിട്ട് വെള്ളം ഇറങ്ങും. അതുകൊണ്ട് ആ ചിക്കൻ്റെ വെള്ളത്തിൽ കിടന്ന് തന്നെ അത് വെന്ത് കിട്ടിക്കോളും. അപ്പം ഒരു പ്രത്യേക ടേസ്റ്റും കൂടി ഉണ്ടാകും. അതുകൊണ്ട് അഡീഷണലായിട്ട് വെള്ളമൊന്നും ചേർക്കണ്ട. അപ്പോൾ ചിക്കൻ വെന്ത് നല്ലതായിട്ട് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ചിക്കനിൽ നിന്ന്. ഈ സമയത്ത് ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് 1-2 തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു തക്കാളി ചേർത്തിട്ടുള്ളൂ. തക്കാളിയും ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഒന്നുകൂടി അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. തക്കാളി പെട്ടെന്ന് വെന്ത് കിട്ടുന്നതുകൊണ്ട് ഒരുപാട് സമയമൊന്നും തക്കാളി വേവിക്കാൻ എടുക്കണ്ട. ഒന്ന് നന്നായിട്ട് അടച്ച് വെച്ച് 2-3 ആവി കയറുമ്പം തന്നെ തക്കാളി നന്നായിട്ട് വഴന്ന് കിട്ടും. അതിനുശേഷം അടി പിടിക്കാതിരിക്കുക, ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുന്നത് നന്നായിരിക്കും. ചിക്കൻ പെരട്ടായതുകൊണ്ട് തന്നെ ഒരുപാട് ചാറിൻ്റെ ആവശ്യമില്ല. ചെറുതായിട്ട് എല്ലാം കൂടെ നന്നായിട്ട് ഗ്രേവിയൊക്കെ ചിക്കന് നല്ലതായിട്ട് പിടിച്ചിരിക്കണം. ആ ഒരു പരുവത്തിൽ വേണം നമ്മൾ ഇതിൻ്റെ ചാറ് പറ്റിച്ചെടുക്കാൻ.
ഒരുപാട് ചാറുണ്ടെങ്കിൽ ഒന്നും കൂടി അടച്ചു വെച്ചതിന് ശേഷം വേവിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ചാറ് പറ്റി കിട്ടും. ഞാൻ ഇവിടെ ഒന്നും കൂടി അടച്ചു വെച്ച് വേവിച്ചതിന് ശേഷം അതിലേക്ക് എനിക്ക് ഉപ്പ് കുറവ് തോന്നി, അതുകൊണ്ട് കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയും 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത്. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത് എന്നിവ കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഞാനിതിൽ പെരിഞ്ജീരകം മാത്രമേ ചേർത്തിട്ടുള്ളൂ, ഗരം മസാല ചേർത്തിട്ടില്ല. എനിക്ക് പെരിഞ്ജീരകം ചേർത്തപ്പോൾ തന്നെ നന്നായിട്ട് ടേസ്റ്റി ആയിട്ട് തോന്നാറുണ്ട് ചില കറികൾക്ക്, അതുകൊണ്ടാണ് ഗരം മസാല ചേർക്കാതിരുന്നത്. ഇനി ഗരം മസാല ചേർക്കണം എന്നുള്ളവർക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം, ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റുണ്ട്. മസാലകളെല്ലാം ചേർത്തതിന് ശേഷം ഇനി നന്നായിട്ട് അത് വാടി വരുന്നതിന് വേണ്ടി ഒരു 5-10 മിനിറ്റ് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ നന്നായിട്ട് മസാലയൊക്കെ വഴന്ന് ചിക്കനിൽ പിടിച്ചു വന്നിട്ടുണ്ട്. ഒന്ന് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് തന്നെ ഒന്നുകൂടി ഈ ചിക്കൻ നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം. അതിനുശേഷം ആവശ്യത്തിന് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കണം. മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർ ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യുക. അതിനുശേഷം ആ മല്ലിയിലയുടെ ഫ്ലേവറൊക്കെ നന്നായിട്ട് ആ ചിക്കനിൽ ഒന്ന് പിടിച്ച് കിട്ടുന്നതിന് വേണ്ടി അടച്ച് വെച്ച് ഒരു 5 മിനിറ്റും കൂടി ഒന്ന് നന്നായിട്ട് ചൂടാക്കിയെടുക്കണം. അതിനുശേഷം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. അപ്പം നന്നായിട്ട് ചിക്കൻ പുരട്ട് നല്ല ഫ്ലേവറോടുകൂടി നല്ല ടേസ്റ്റി ആയിട്ട് വന്നിട്ടുണ്ട്. ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ അവസാനം ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിവേപ്പിലയൊക്കെ ഇടുമ്പോൾ നല്ല മണമല്ലേ, അതുകൊണ്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ പുരട്ട് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു.